ഈ പരട്ടെന്തിന് ഇങ്ങോട്ട് വരണ? ചേട്ടോ ചേട്ടോ, ആഹാ, ഇവിടെ ഒളിച്ചിരിക്കാനല്ലേ? ഒന്ന് രണ്ട് ഗുളികയുടെ സ്ട്രിപ്പ് പോയടാ, അത് തിരയായിരുന്നു. പ്രഷറിന്റെയാണേ. പ്രഷർ കൂട്ടാനുള്ള സ്ഥാനുണ്ട് ഇതൊക്കെ. ആർക്കടാ സുഖം? അമ്മയ്ക്കാ? സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, ഇത് ഡോക്ടറെ ചീട്ടല്ല, കരിക്കും വെള്ളത്തിന്റെ ബില്ല. ഈ കാലത്ത് ഓരോന്ന് കൊണ്ടുവന്നോളൂ മനുഷ്യനെ സ്വയപ്പാക്കാൻ. കട തുറന്നിട്ടുള്ള കരിക്കുമ്പള എത്ര ബോട്ടിൽ പോയി? അതവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഒരെണ്ണം പോലും ചെലവായിട്ടില്ല. അതൊക്കെ സെയിലാവും മത്തായേട്ടാ. ഇത് മെഡിക്കൽ ഷോപ്പാ, മെഡിസിൻ തന്നെ പോണില്ല. അപ്പഴാ അവന്റെ കരിക്കും വെള്ളം. എന്റെ മത്തായേട്ടാ, ഇത് ഹെൽത്തി ഡ്രിങ്ക് ആണ്. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, വിറ്റാമിൻ സി, ലോണിക് ആസിഡ് ഇതെല്ലാം ചോരാതെയാണ് ഞാൻ കുപ്പിയിലാക്കുന്നത്. അതറിയും. ഒലക്കട മൂട്. ഞാനതൊന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചു. എന്റെ അമ്മോ, പ്ലാസ്റ്റിക്കിന്റെ ചൊവയാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാ നീ ഒരെണ്ണെടുത്ത് കഴിക്കി. അയ്യേ, എനിക്കൊന്നും വേണ്ട. അപ്പ എന്തോ കള്ളത്തരുണ്ട്. എന്നാ ഞാനും സത്യം പറയട്ടെ, സംഗതി നാച്ചുറലാ. നോ കെമിക്കൽ, നോ പ്രിസർവേറ്റീവ്. ഇത് നേച്ചറലാ. ഞാൻ വിശ്വസിച്ചുട്ടാ. ചെക്ക നേച്ചറക്കായിരിക്കും വെള്ളം ഒന്നും കുപ്പിയിലിരിക്കലടാ. അങ്ങനെയല്ല കഥ. പിന്നെ എങ്ങനെ കഥ? ഞങ്ങളൊരു പ്രത്യേക തരം ടെക്നോളജിയിലാണ് ഈ വെള്ളം കുപ്പിയിലാക്കുന്നത്. എന്ത് ടെക്നോളജി? അതായത് ജാപ്പനീസ് ഒരു മിനിറ്റ്. നീ എന്തോട് തേങ്ങി പറയണേ? ജാപ്പനീസ് റിട്രോ ടെക്നോളജി. ആ ടെക്നോളജിയിലാണ് ഈ വെള്ളം കുപ്പിയിലാക്കുന്നത്. നമ്മുടെ നാട്ടില് നല്ല ഇളനീര് വെട്ടി കുടിക്കുമ്പോ ആരെങ്കിലും കുപ്പിയിലാക്കിയ ഇളനീര് കുടിക്കുക? ഞങ്ങൾക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ സെയിലുണ്ട്. വെള്ളം മണ്ടന്മാരെടുത്ത് കുടിച്ചിട്ടുണ്ടാവും. പിന്നെ നിന്റെ മുതലാളി പറഞ്ഞാണ് ഈ കുണ്ട്രാണ്ടം ഇവിടെ വെച്ചിട്ടുള്ളത്. വിറ്റ് കഴിഞ്ഞാ കൂട്ടന്നെ പൈസ. അതാ ഡീല്. ക്യാഷ് വാങ്ങാൻ ഞാൻ ഇങ്ങോട്ട് വരണ? വേണ്ട, ജീപ്പ് ആയിട്ട് ഞാൻ അയച്ചു തരാം. മോൻ ചെല്ലേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. പോയേ പോയേ പോയേ.